2 ദിവസം കൊണ്ട് വൈപ്പ് കോഡ് ചെയ്ത് ലൈവ് ഫുട്ബോൾ മാച്ച് ഡാറ്റ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ആപ്പ് ഉണ്ടാക്കി. ആ ടൂർണമെൻറ്റിലെ മാച്ചസിലെ ലൈവ് സ്കോർസ്, ആ മാച്ചസിൽ നടക്കുന്ന ടൈം ലൈന്, ആ മാച്ചസിൽ ഓരോ പ്ലേയേഴ്സിനുള്ള സ്റ്റാറ്റ്സ്, ആ ടൂർണമെൻറ്റിലെ ഓരോ ടീമുകൾ തമ്മിലുള്ള പോയിൻ്റ് ഡിഫറൻസും അതിൻ്റെ സ്റ്റാൻഡിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മാച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഓട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ളൊരു സെപ്പറേറ്റ് സെക്ഷൻ, എൻറ്റയർ പ്ലേയേഴ്സിൻ്റെ ഇതിൽ ടോപ്പ് സ്കോർ ആരാണ്, ടോപ്പ് അസിസ്റ്റ് ആരാണ്, അതെല്ലാം കാണിക്കുന്നതിനുള്ളൊരു സെപ്പറേറ്റ് സെക്ഷൻ, അതിൽ പ്ലേയേഴ്സ് ആരൊക്കെയാണ് അതിനുള്ളൊരു സെക്ഷനും, ഒരു ടൂർണമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിൻ ഡാഷ്ബോർഡും അതിനൊരു ലോഗിനും, ഒരു ടൂർണമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റാണ്, ടൂർണമെൻറ്റ് ടൈപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് ആണോ നോക്കൗട്ടാണോ അത് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, ഒരു ടൂർണമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൂർണമെൻറ്റിലേക്ക് ഒരു പുതിയ ടീമിനെ ആഡ് ചെയ്യാനും ആ ടീമിലേക്ക് പ്ലെയേഴ്സിനെ ആഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ, അതേപോലെ തന്നെ ആ പെർട്ടിക്കുലർ ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാനും ആ ഗ്രൂപ്പിലേക്ക് ടീമിനെ ആഡ് ചെയ്യാനും ആ ഗ്രൂപ്പ് തമ്മിലുള്ള മാച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്ചർ ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മാനുവലി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാച്ചിൽ ഓരോ പ്ലേയേഴ്സ് എത്ര ഗോൾ അടിച്ചു, ഷോട്ട്സ്, ടാക്കിള്, ഫൗള്, ആ ചെയ്ത കാര്യങ്ങളുടെ ബേസിൽ മികച്ച പെർഫോമൻസ് ആരാണ് കാഴ്ചവെച്ചത് എന്നുള്ളത് സിസ്റ്റം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സജഷന്, ആ ടൂർണമെൻറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൂർണമെൻറ്റിലെ മികച്ച പ്ലെയറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻറ്റയർ ഡാറ്റ കാണാനുള്ളൊരു സെപ്പറേറ്റ് സെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് 2 ദിവസം കൊണ്ട് ഗൂഗിളിൻ്റെ ആൻറ്റിഗ്രാവിറ്റി വെച്ച് ഞാൻ ചെയ്തെടുത്തത്. ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്, പോയി നോക്കുക.